ഈ ജിഹാദി, മതം, വർഗീയത, തീവ്രവാദം തുടങ്ങിയ വാക്കുകളെല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുള്ള വ്യക്തി അൻസിബയാണ്. അതിന്റെ എല്ലാ പ്രൂഫ്സും ഞാൻ ബഹുമാനപ്പെട്ട ACP മനോജ് സാറിന് കൈമാറിയിട്ടുമുണ്ടായിരുന്നു. അൻസിബ ഒരു മതചിഹ്നം അവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനുവരി 14 അൻസിബ അയച്ചിട്ടുള്ള സകല വോയിസ് മെസ്സേജസും ഞാൻ തൃക്കാക്കര ACPക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ അൻസിബയുടെ പ്രശ്നം ഒരു മതചിഹ്നം അവിടെ വരാൻ പാടില്ല. അമ്മ എന്ന് പറയുന്നത് കലാകാരന്മാരുടെ സംഘടനയാണ് അല്ലേ? ഞങ്ങൾക്ക് എന്ത് ജാതി, ഞങ്ങൾക്ക് എന്ത് മതം, ഞങ്ങൾക്ക് മുസ്ലിം സംഘടന ഫണ്ട് തന്നാലും ഞങ്ങൾ സ്വീകരിക്കും, ക്രിസ്ത്യൻ സംഘടന ഫണ്ട് തന്നാലും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയും, പിന്നെ അതേപോലെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ഫണ്ടും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും. പക്ഷെ ആ ഫണ്ട് എന്ന് പറയുന്നത് വൈറ്റ് മണി ആയിരിക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് നിർബന്ധമുള്ളൂ. അപ്പോൾ അന്ന് മുതൽ അൻസിബയ്ക്ക് പ്രശ്നം തുടങ്ങിയാണ്. അന്ന് എൻ്റെ പേര് അൻസിബ ഹസൻ എന്നായത് കൊണ്ട് എന്ന് പറഞ്ഞ് സംസാരിച്ച അൻസിബ അതേ വാക്കുകൾ തന്നെയാണ് ഈ മെയ് പകുതിയോട് കൂടിയിട്ട് ഇതേ മീഡിയാസിന്റെ മുന്നിൽ വന്നതെന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിന് മുന്നിൽ കൃത്യമായ അജണ്ടയും മതവർഗീയവാദികളും അതിന്റെ പിന്നിലുണ്ട്, വർഗീയ ശക്തികളും ഉണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു.